അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളിവിടെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് പോലെ കൊടുക്കണം. ഹലോ, ഹലോ പറഞ്ഞോളൂ. ഗ്രില്ല് പോലെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ആ ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മള് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന് മുകളിലോട്ട് പോകുന്ന രീതിക്ക് ഇവിടെ അകത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബാൽക്കണിയുടെ ഇവിടെ. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഇവിടുത്തെ ഡിസൈനും സിമിലർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയില് ഇവിടെ നമ്മൾ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എൽ ഷേപ്പിൽ കൊടുക്കാൻ പറഞ്ഞില്ലേ എവിടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒക്കെ അവിടെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് എന്താണ്? ഏതാണ് ആ കാർ പോർച്ചിന് മേലുള്ള ഇതോ? അതല്ല അവിടെ ജനലിന് മേലെ ഉണ്ടോ ബ്ലാക്ക് കളർ? സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്നതാണ്. ഷെയ്ഡ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എന്താണോ മറ്റു ലൈറ്റ് കൊടുത്ത് 2 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്? 2 സൈസ് ലൈറ്റാണ്. നമ്മൾ പ്രൊഫൈൽ ലൈറ്റും പിന്നെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ലൈറ്റ് അല്ലാണ്ട് ഇതുപോലെ താഴോട്ട് വരുന്നത്. അതിന്റെ സെയിം സാധനം നമ്മൾ ബാൽക്കണിയിലും കൊടുത്തിട്ടുണ്ട്, താഴെ സിറ്റ് ഔട്ടിലും പിന്നെ നമ്മുടെ കാർ പോർച്ചിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ലൈറ്റ് അല്ലായിരുന്നു സാറ് പറഞ്ഞത്. ഈ സിറ്റ് ഔട്ടിന് എങ്ങനെ കൊടുത്തത്? സിറ്റ് ഔട്ടിന് അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അകത്തായിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഈ സൈഡിലുമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് ഇപ്പൊ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കൊടുക്കുന്നോണ്ട് കാറ് കയറുന്ന ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ട് വരുമോ? നമ്മുടെ ഇവിടുത്തെ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ടോ? ഇല്ല സർ. കാരണം കാറ് തിരിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലം ഇങ്ങനെ അങ്ങോട്ട് ബാക്ക് അടിച്ച് പോകേണ്ടി വരും. മാസ്റ്റർ ബെഡ്റൂം ആ ബേബി ബെഡ്റൂമിനകത്ത് വണ്ടി കൊണ്ടുപോകണം, എന്നാലേ വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ. കാരണം ആ സ്ഥലത്തിന് പ്ലാൻ ഉണ്ടല്ലോ. ലാൻഡ്സ്കേപ്പ് വെച്ചിരിക്കുന്നത് മാറ്റാം. ലാൻഡ്സ്കേപ്പേ വീടിന്റെ അതല്ല, സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു എൽ ഷേപ്പില്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ മാറ്റാം, ലാൻഡ്സ്കേപ്പ് വേണ്ട. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ വണ്ടി കയറാൻ കഴിയത്ത്, മറ്റേ തിരിച്ചു പോകാൻ കഴിയില്ല വണ്ടി. അത് പറ്റും സർ. അതല്ല, നിങ്ങളിപ്പോ ഈ വണ്ടി അവിടുന്ന് റോട്ട് മുന്നിട്ട് വന്നാലേ ഇപ്പൊ വണ്ടി വരുമ്പോ ഫ്രണ്ട് അങ്ങോട്ടായിരിക്കുമല്ലോ. ഇത് ഫ്രണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ആക്കണ്ടേ. അപ്പൊ അതിന് ഒളിക്കാലോ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയാം. അതായത് സ്റ്റെപ്പ് എത്രത്തോളം നമ്മൾ ഈ നമ്മളെ പ്ലാനിൽ സ്റ്റെപ്പ് എത്ര പുറത്തേക്ക് ചാടിക്കണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഈ ഒരു പെറ്റെടുക്കണം വൃത്തിയാക്കി എന്നത്തെ കാട്ടത്തെ പേരൻറ്റ് കൊളാക്കി പിറ്റേതായിരുന്നു വരാം ചൂട്ടിയായിരുന്നു വരാം. അതെന്താണ് ഡിസൈൻ ചെയ്യണം കണ്ടമോയി വരാൻ അഭിപ്രായം പറ. അന്തിരക്ഷണ കമ്പി നിസ്കാരം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നീ ആദ്യം എന്തൊക്കെ ഇതുണ്ട് ചെലവാകുന്നുണ്ട്, പല മോഡൽ ചെലവാകുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് 120 കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ്. 120 അല്ലേ?
2 സ്റ്റെപ്പ് വരുമ്പോഴത്തേന് ഇത്ര ഏരിയ ഇവിടെ 152 വരും, പ്ലസ് ഒരു 120 കൊടുത്തിരിക്കുന്നത്. ആവുമ്പോ അതിനൊക്കെ തൽക്കാലം നോക്ക്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ തിരിച്ചേണ്ടി വരും. കാരണം ഇപ്പൊ നിക്കണ കാർ കണ്ടില്ലേ, അത് ഫ്രണ്ടിലോട്ട് ഇപ്പൊ അവിടെ നിന്ന് കയറി വരുവാണെങ്കിൽ അങ്ങോട്ട് എടുത്തിട്ട് വേണം തിരിച്ച് റിവേഴ്സ് പോവാന്. നിങ്ങളപ്പോ അതിന്റെ അളവ് നോക്കി നോക്കി. ആകെ അളവ് ഇത്ര 2, 3 ചില്ലർ അങ്ങനെ ഉള്ളു തോന്നുന്നു. കാർപോർച്ച് അല്ലെ? കാർപോർച്ച് എത്ര ഉള്ളത് ഏരിയ? കാർപോർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു 1.5 മീറ്റർ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെന്ന്. അത്ര കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മള്. ആ ഒരെണ്ണം കൂടെ കൂട്ടിയിട്ടുണ്ട്. അല്ല, ആ 1.5 മീറ്റർ കൂടി കൂട്ടി വെച്ചോ നിങ്ങളിവിടെ? സാറ് പറഞ്ഞില്ലേ അങ്ങോട്ട് 1.5 മീറ്റർ കൂടുതലാന്ന് ഇവിടെ ഈ നമ്മുടെ ബൗണ്ടറി ബോർഡ് വരുന്നിടത്ത്. അല്ല, ഈ ബൗണ്ടറി ബോർഡ് നിങ്ങൾ ഏതളവില് വെച്ചിരിക്കണത്? ഇപ്പൊ ഈ മതില് കെട്ടിയിരിക്കണത് ഞങ്ങള് പറഞ്ഞ ഈ 1.5 മീറ്റർ കൂടി കൂട്ടിയിട്ടാണോ വെച്ചത്? അതെ അതെ. ഓക്കെ. അപ്പൊ ടോട്ടല് അവിടുത്തെ അളവ് ഇപ്പൊ എത്രയായി? ഒരു മിനിറ്റ്. അയച്ചിട്ടില്ലല്ലോ. കേട്ടോ. ഇത് 392 ഇപ്പൊ നിക്കണത്? അത് 392. അപ്പൊ ബാക്ക് സൈഡ് കൊണ്ട് 1.55 ഉള്ളൂ ആ ഇടവഴി. അതൊക്കെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഗ്യാപ്പ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഗ്യാപ്പ് 155 അല്ലേ? അതെ സർ. അപ്പൊ ഈ ഫ്രണ്ട് 640 കിട്ടൂലേ? അത് ഈ 640 കയറി പോലെ. നിങ്ങൾ ഇപ്പൊ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് എത്ര 640 കിട്ടുന്നുണ്ടോ നോക്കണേ. ഈ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് ഇല്ലേ, സ്റ്റെപ്പ് ഇങ്ങനെ നിങ്ങളെ വരച്ച സ്റ്റെപ്പ്, അവിടുന്ന് നമ്മൾ ഈ അതിർത്തിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കോ? അത് നമുക്ക് ഇവിടുന്ന് വരുന്ന ഇത് തന്നെയല്ലേ വരുന്നുള്ളൂ. അതല്ല, നിങ്ങളിപ്പോ ഈ സ്റ്റെപ്പ് ഇല്ലേ, നിങ്ങളെ സ്റ്റെപ്പ് നമ്മൾ കയറി പോലെ അവിടുന്ന് നമ്മളെ അവിടേക്കല്ല, നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടേക്ക് 180 വരും. ഒറ്റ എത്ര ഉള്ളൂ? ബൗണ്ടറി ചെയ്തിരിക്കുന്ന അങ്ങനെയായതുകൊണ്ട് ബൗണ്ടറി നമുക്ക് കൂട്ടാം. അതായത് ഇപ്പൊ നമ്മൾ മുറ്റം നമുക്ക് കൂട്ടാലോ. സാറിന് വേണ്ടത് ഓക്കെ. മുറ്റം അവിടെ കാറ് കയറാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാറ് കയറണം അവിടെ. ഇവിടെ എത്ര വേണം? അവിടെ ഏകദേശം 1 മീറ്റർ ഒക്കെ ചെടി, 1-2 മീറ്റർ ചെടി വെക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ റോഡ് തന്നെ ആക്കണം, വണ്ടി കയറുന്ന രൂപത്തിൽ തന്നെ ആക്കണം. നിന്റെ ഫുൾ സ്ട്രെച്ച് തന്നിട്ടില്ലേ നമ്മള് ഔട്ട് സൈഡ് അളവൊക്കെ? ഇല്ല, ഒരു മിനിറ്റ് നോക്കട്ടെ. തന്നിട്ടുണ്ടാവുമല്ലോ. സാറ് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് പ്ലാൻ മാത്രമാണ് അയച്ചു തന്നെ. സാറിനിപ്പോ എത്ര ഉണ്ട് നമ്മുടെ ഫുൾ ലാൻഡ് വരുന്ന? ലാൻഡിന്റെ കിട്ടിട്ടില്ലല്ലേ? മറ്റൊക്കെ അയച്ചു കൊടുത്താണല്ലോ. ഫ്രണ്ടിലോട്ട് ഒരു 6:30 അങ്ങനെ ആണ് കിട്ടുന്നത്. ഒന്ന് അങ്ങനൊക്കെ 2 മീറ്റർ പോവാം അടിയിലോട്ട്. അത് ഈ വീടിന്റെ ഭാഗത്തേക്കല്ല, മതിലിന്റെ അരുവിക്ക്.
നമ്മൾ ബൗണ്ടറി ഭാഗമല്ലേ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അയച്ചല്ലോ, അതില് ഇതില്ലേ? നോക്കട്ടെ. അതിലില്ല, ഒരു മിനിറ്റ്. അല്ല അതിലില്ല, ബൗണ്ടറി ഇല്ല അതില്.